അല്ല കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിക്കാം. റിസ്ക് എടുക്കണ്ട. റൂമിൽ ചെന്നിട്ട് കഴിച്ചാ പോരെ? ഇല്ല, എത്രയും പെട്ടെന്ന് കഴിക്കുന്നു അത്രയും നല്ല. കുറച്ചുനേരം അതിനകത്ത് ഇരിക്കണമല്ലേ? പിന്നെ ഒരു 5 മിനിറ്റും കൂടെ നോക്ക്. ചിലവർക്ക് ഛർദ്ദിക്കാൻ തോന്നുമെന്നാണ് അയാൾ പറഞ്ഞത്. निकल गया वहाँ से। देखो देखो आ गई फोटो आ गई बाहर। कितना खुश हो रहे हैं। खत्म करेंगे क्रॉस ओवर। ഒരു കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയാൻ വന്നതാ. സരോജല്ലേ? அம்மா தான் சார். சார் என்ன சார் பிரச்சனை? எனக்கு ஒன்றும் புரியல. എൻ്റെ പേരെന്താ? ബിജു. നമ്പർ കിസി और के डाल ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസായിട്ട് ആ നമ്പർ ഒന്ന് ലിങ്ക് ആയിട്ടുണ്ട്. അതൊന്ന് பண்ணுறாங்க. അപ്പോൾ ആ പഴയ ഫോൺ എപ്പോഴാണ് കളഞ്ഞു പോയത്? இது வந்து நம்ம சுவிட்ச் ஆஃப் ஆயிருந்துச்சு, அதனால அப்படியே விட்டுட்டோம் சார். ഓ, இல்லை சார், அப்படியெல்லாம் ஒன்றும் இல்லை. कुछ अलग ही निकल गया। नहीं कर रहा ना वो। പിന്നെ ഈ സരോജയുടെ മകനെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാമോ? വിശ്വസിക്കും സാർ. ഞങ്ങൾക്കൊരു മിസ്സിംഗ് കേസ് ഉണ്ടായിട്ടില്ല. അവരുടെ മിസ്സായ ഫോൺ മറ്റവൻ്റെ കയ്യിലെത്താനാണ് സാധ്യത. അതോ അവൻ മോഷ്ടി സംഭവം എത്ര സീരിയസ് ആണെന്നുള്ള കാര്യം ഞാൻ ശങ്കർ സാറിനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഓ സാർ, പിന്നെ വേറൊരു കാര്യമുണ്ട്. ആ നമ്പറിൽ നിന്ന് വേറൊരു നമ്പറിലോട്ട് ഫോൺ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട്. എൻ്റെ ഡീറ്റെയിൽസ് നാളെ കിട്ടും. സത്യം പറഞ്ഞാൽ സാർ. ഇനി എപ്പോഴാ ബോംബെക്ക് പോകുന്നത്? അടുത്ത വാരം പോക വേണ്ടിയത്. ആനാ അവനെ പാത്ത പിറகு പോക തോണലെ. लड़की को सॉरी। എതുക്ക് നീ ധൈര്യമായിര്. പിള്ളേടെ കൊഞ്ചം കൊഞ്ചമ്മ മാറ്റി നമ്മ വഴിക്ക് കൊണ്ടുവന്നിട്ടില്ല. कैसे लेते छोटे छोटे फोन। सब परेशान है इसकी वजह से। സാറേ, ഏതായാലും തമിഴ്നാടാണ്. अगर पुलिस ने कैच कर लिया तो पकड़े। അതൊക്കെ വരെ പ്രശ്നമൊന്നും വരാതില്ല. പോവ എല്ലാം ശരിയായി. ഓക്കെ, എങ്കിൽ പ്രശ്നമൊന്നും വരാം. निकल गई पुलिस साइड। ഇതിൽ അഭിചാരം എവിടെയാണ്? ഇതാ ഏ ഞങ്ങൾ കേരള പോലീസിൽ നിന്നാണ്. അഭിചാരോട് ഒരു കാര്യം തിരക്കാൻ വേണ്ടി വന്നേ. என்னக்கு அந்த தலை தெரிச்சவ 2 வாரத்துக்கு முன்னாடியே எவன் கூடயே ஓடி போயிட்டான். அவ திரும்பி வருவாளா சார்? सबके स्केच बना रहा हूँ। അതിനു മുമ്പ് എന്തായാലും നമുക്ക് അവനെ പിടിക്കാൻ പറ്റും. എടോ, അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? തൻ്റെ ബസ്സിൽ ഞങ്ങൾ എല്ലാ ഫോണുകളും അനലൈസും ചെയ്ത് മാപ്പിംഗ് നടത്തിയതാണ്. സസ്പെക്റ്റ് ഒരാളാണെന്നുള്ളത് ഏകദേശം ഉറപ്പുമാണ്. ഇത് മാർത്താണ്ഡം കുമാരകോവിൽ ഏരിയയിലാണ് സാർ. നമുക്ക് അവിടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ പിടിക്കാൻ പറ്റും. ഞാൻ നാളെ തന്നെ അങ്ങോട്ട് പോകാം സാർ. പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അവസാനം മിസ്സായ അഭിജയുടെ ഫോൺ ഉടനെ ഓണാകും. അതുകൊണ്ട് നമുക്ക് അവനെ പോക്കാം സാർ. രാജേഷേട്ടൻ എങ്ങനെ മനസ്സിലായി?
എനിക്കിന്ന് ഇവിടെയാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. അത് കുറേ അത്ര എടുക്കാനാണെങ്കിൽ നാളെ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ട് വാ. അപ്പം നമ്പർ തരാം. അയ്യോ നാളെ അപ്പം നമ്പർ തരാം. അത് പറ്റൂല. പിന്നെ ഞാനെങ്ങനെ വിളിക്കും? ഇത്രയും നാൾ ക്ഷമിച്ചില്ലേ, ഇനി വരാം. സാർ അത് ഓൾറെഡി ഞങ്ങൾക്ക് നല്ല വർക്ക് ലോഡ് ഉണ്ട്. சார் அதெல்லாம் முருகன் சார் ஸ்பெஷலாக சொல்லியிருக்காரு. நம்ம சைட்லேருந்து ஆல்ரெடி ஒருத்தர் அசைன் பண்ணிட்டேன். அவர் ஸ்பெஷல் பிரான்ச் எஸ்ஐயா டெபுடேஷனே ஜாயின் பண்ணிக்கிறேன்னு சொல்லியிருக்காரு. அவர் சொந்த ஊர் கூட ஆர்கானி தான். அது உங்களுக்கு ஹெல்ப்ஃபுல்லாக இருக்கும்னு நினைக்கிறேன் சார். वो आगे पूरा कॉल डिटेल्स. സർ സർ हाँ मुझे लग रहा था पुलिस में ही है. ജയേഷിനെ സ്റ്റാൻലി. சொன்னப்போ நான் இது பசுமாட்டு பால் நினைச்சேன். ഇല്ലല്ലേ, ഇത് തേങ്ങാപ്പാൽ. ये कोई और சாப்பிட்டப்போ தெரிஞ்சது. ஆனா நல்லா കിഴങ്ങ് വേഗ വെച്ചതും മീൻ കുഴമ്പും மோர் குழம்பும் மாங்காய் ஊறுகாய் சேர்த்து ரைட்டாக இருக்கு. இதெல்லாம் சொல்லி நான் உனக்கு ஆசையை தூண்டி விட்டுட்டு உன்னை விட்டு நான் எங்கேயாவது எஸ்கேப் பண்ணால் நீ என்ன பண்ணுவேன்? எனக்கு அந்த பயம் இல்ல. किस भरोसे जीतता सबको. വെള്ളം പോലെ മലയാളം പറയുന്നുണ്ടല്ലോ. അത് എൻ്റെ വീട് ആറുകാണിയാണ് സാറേ. ആറുകാണി അതെവിടെ? സാർ അമ്പൂരി ഏരിയയിലെ മെയിൻ ജംഗ്ഷനാണ് ആറുകാണി. തമിഴ്നാട്ടിലാണെങ്കിലും ഒന്ന് സെറ്റിൽ ആയിരിക്കുന്ന ആൾക്കാരല്ലേ കൂടുതലുള്ളത്? ഓ അല്ലാത്തവരും ഉണ്ട് സാറേ. സാറേ ചോദിക്ക്. സാറിന് എന്തിനാ എല്ലാവരും ഈ നത്ത് വിളിക്കുന്നത്? സാറേ മുകുന്ദ സാറാണ് സാറിന് അങ്ങനെ ഒരു പേരിട്ട് തന്നെയാണ്. ഉദൻ സാറ് പേരിട്ടത് അറിയാം, പക്ഷെ എന്തിനാ ഇട്ടേന്ന് ഈ പക്ഷികളുടെ കൂട്ടത്തിൽ വലിയ ബുദ്ധിയുള്ള ഐറ്റമാണ് ഇത്. സാറും മൂങ്ങയെ പോലെ പൊമ്മി ഇരുന്നാലും അവസാനം എൻ്റെ കയ്യിൽ നിന്ന് എത്ര പേര് രക്ഷപ്പെട്ടിരിക്കുന്നു? പൗർ, ശശി, ദേവദാസ്, സുകുമാർ. അതും ശരിയാണ്, പക്ഷെ കഥ അവൻ തള്ളിയതാ. അപ്പോൾ ശരിക്കുള്ള കേസ് എന്തിനാണ് സാറേ? വെച്ചാണ്, പക്ഷെ താൻ വിചാരിച്ചേ അല്ല. ഒന്നുമില്ല സാറേ, ചുമ്മാ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞ് കറങ്ങി അടിച്ച് നടക്കുക തന്നെ. പിന്നെ റീജോയിൻ ചെയ്യുന്ന സമയത്താണ് ഞാൻ കൂടെ ജോയിൻ ചെയ്തോട്ടെ. അങ്ങനെ സാറേ ഈ കേസിന്റെ സ്വഭാവമൊക്കെ മനസ്സിലായില്ലേ? സാധ്യത ഓ എനിക്ക് അത് തന്നെയാണ് സാറേ തോന്നണത്. ഇപ്പം തന്നെ ഒരു 10-30 പെണ്ണുങ്ങളായില്ലേ? ഇല്ല സാറേ, അത്രയൊക്കെ ആകുമെന്നാണ്. അത്രയൊക്കെ വരോ? അതെ സാറേ, എനിക്ക് ഉറപ്പാണ്. സാറേ കേസ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് വന്നിട്ടുള്ള പെണ്ണുങ്ങളുടെ നമുക്കിപ്പോൾ കേരളത്തിലോട്ട് പോയിട്ടേ മുമ്പ് കിട്ടാതിരിക്കില്ല. पुलिस पकड़ नहीं पा रही है. സാൻലി സാറേ, यहाँ के वहाँ സാൻലി സാർ തമിഴ്നാട്ടിലും ചെയ്യണം. ഓ മറ്റവൻ താമസിയാതെ ആ പിച്ചയുടെ ഫോൺ ഓൺ ചെയ്യും. അത് കയറി मोहम्मद सिंह के വിളിപ്പിക്കാൻ. पास है वो है. ശരി. नंबर उसी में है लड़की का. वो लोग खोलो कैसे ऐसे. तोड़ दिया. हासिल मिल गया. പറയാനുണ്ടേ? സാറേ തിരുവനന്തപുരത്ത് വെച്ച് ഷഹാനയുടെ ഫോൺ ഓഫായില്ലേ സാറേ? അതിന്റെ പിറ്റേ ദിവസം ബസ് സ്റ്റാൻഡില്ലേ സാറേ? ഇത് കണ്ടൊരു എക്സൈറ്റ്മെന്റ് ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞു. ഇന്ന് എത്രയും പെട്ടെന്ന് ഫോട്ടോ ഒന്ന് മാച്ച് ചെയ്ത് നോക്ക്. उसने नया खरीदा. ഹലോ സാർ. ആള്
ആള് ഷഹാൻ തന്നെയാണ്. സ്റ്റാൻലി സാറ് വിളിച്ചായിരുന്നു. കന്യാകുമാരിയിൽ നിന്ന് കിട്ടിയ ബോഡി ചിത്രയുടെ തന്നെയാണ്. ആണോ? ഇത് കോസ് ഓഫ് ഡെത്ത് എന്തെന്നാ പറയുന്നത്? സാറേ പോയിസൺ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ അൺഐഡന്റിഫൈഡ് കേസ് ആയതുകൊണ്ട് ഇവർ ഡീറ്റെയിൽ ഞാൻ തോമസ് സാറിനെ കണ്ടിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റുമോ?